ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ സൂര്യനെ കാണുന്നുണ്ട്. ഈ സൂര്യൻ ജ്വലിക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. സൂര്യനിൽ തീയുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം ഈ തീയാണ് ഈ ഏറ്റവും കൂടുതൽ വെളിച്ചമുള്ളതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അനുഭവമുള്ളത് തീയാണ്. അപ്പോൾ സൂര്യനിലും തീയാണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഭൂമി ഒഴികെ ഒരിടത്തും തീയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ സൂര്യനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പ്രകാശം കാണാൻ സാധിക്കുന്നു കണ്ണുകൊണ്ട്. ഈ പ്രകാശം കാണുന്നത് തന്നെ ഞാൻ പറഞ്ഞു, അതിൻ്റെ ആ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം ഒരു ഏതെങ്കിലും പ്രതലത്തിൽ പതിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതല്ലാതെ പ്രകാശത്തെ പ്രകാശമായിട്ട് തന്നെ കാണുവാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സൂര്യൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രകാശമുണ്ട്, അഥവാ വെളിച്ചമുണ്ട്. ഈ പ്രകാശത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുകയില്ല. അത് നമുക്ക് വെളിവാക്കി കിട്ടുന്നതാണ് വെളിച്ചമെന്ന് പറയുന്നത്. വെളിച്ചമുണ്ടായെന്ന് പറയില്ലേ, അത് വെളിവാക്കി കിട്ടുന്നതാണ്. വെളിച്ചമായിട്ട് നമുക്കത് അറിയാൻ സാധിക്കുന്നു. പിന്നെ അതിൽ ചൂടുണ്ട്. ചൂട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു, നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു ചൂട്. പിന്നെ അതിൽ ഊർജ്ജമുണ്ട്, എനർജി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ജീവന് കാരണമാകുന്നു, ജീവനെ പരിരക്ഷിക്കുന്നു. എല്ലാ സസ്യജാലങ്ങളും ജീവജന്തുക്കളെല്ലാം ഈ സൂര്യൻ്റെ എനർജിയാണ് ജീവൻ്റെ അടിസ്ഥാന ആധാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ പ്രകാശം അഥവാ വെളിച്ചമുണ്ട്, ഊർജ്ജമുണ്ട്. നമുക്കത് അനുഭവേദ്യമാകുന്നത് ചൂട് എന്നതിലൂടെയാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ദൈവത്തെ നമ്മുടെ അല്പബുദ്ധിക്ക് അല്പം ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദൈവമെന്ന് പറയുമ്പോൾ പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവായ ദൈവമുണ്ട്. ഈ ത്രിത്വിക ദൈവം, ആ ദൈവത്തെ നമുക്ക് കാണാൻ, വെളിച്ചമായിട്ട് കാണാൻ നമുക്ക് സാധിക്കുക പുത്രനായ യേശുവിലൂടെയാണ്. നമുക്ക് കാണപ്പെടുന്ന ദൈവം, നമ്മൾ കാണുന്നത്, നമ്മൾ അതനുഭവിക്കുന്നത് വെളിച്ചമായിട്ട് വെളിവാക്കപ്പെട്ടിരിക്കുന്നതാണ്. നമുക്ക് ഈ സൂര്യൻ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവത്തെ വെളിവാക്കപ്പെട്ടിരിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് യേശുവിലൂടെയാണ്. നമ്മൾ ദൈവത്തെ അറിയുന്നതും കാണുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം യേശുവിലൂടെയാണ്. അതുപോലെ തന്നെ ദൈവിക ശക്തിയുണ്ട്. സൂര്യന് എനർജി ഉള്ളതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തി, ആ ദൈവത്തിൻ്റെ ശക്തിയെ നമുക്ക് വേണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആയിട്ട് അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ സൂര്യൻ്റെ പ്രകാശത്തെ നമ്മൾ വെളിച്ചമായിട്ട് നമുക്ക് വെളിവാക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ എനർജി, അതല്ലെങ്കിൽ അതിൻ്റെ ആ ഊർജം, അത് നമുക്ക് പരിശുദ്ധാത്മ ശക്തിയായിട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതെല്ലാം കൂടെ കൂടിയതാണ് സൂര്യൻ. അതുപോലെയാണ് ത്രിത്വിക ദൈവം എന്ന് പറയുന്നത്. നമുക്ക് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വേണമെങ്കിൽ ധ്യാനിക്കാൻ സാധിക്കും എന്നേ ഉള്ളൂ. ഈ ദൈവത്തെ നമ്മൾ ത്തിലും കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ പുരാതന ഭാരതീയ ചിന്തയിൽ പൂവിലും തുരുമ്പിലും എല്ലാത്തിലും ദൈവിക അംശത്തെ, ദൈവത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാടുള്ളത്. ഈ പറയുന്ന ഘടകങ്ങളെല്ലാം ഈ എല്ലാ വസ്തുക്കളിലുമുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫാക്റ്റുണ്ട്, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഫാക്റ്റുണ്ട്, അതിലെല്ലാം എനർജിയുടെ ഒരു ഫാക്റ്റുമുണ്ട്. അത് പുൽക്കൊടി എടുത്താലും പൂവെടുത്താലും എന്ത് വസ്തു എടുത്താലും
ഈ ചരാചരങ്ങളിലുള്ള ഏത് വസ്തുക്കളെടുത്താലും നമുക്ക് 3 എലമെൻറ്റ്സ് കാണാൻ പറ്റും, 3 ഡൈമെൻഷൻസ് കാണാൻ പറ്റും. അത് നമുക്ക് അതിനെ വേണമെങ്കിൽ നമുക്ക് ദൈവിക സാന്നിധ്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റില്ല, കാരണം അത്രമാത്രം ബൗദ്ധിക ശക്തി നമുക്ക് ഇല്ല, അല്ലെങ്കിൽ കുറവാണ് എന്ന് ചിന്തിക്കേണ്ടി വരും, മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ത്രിത്വിക ദൈവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ ശ്രമിച്ചാലും അത് പൂർണ്ണമായിട്ട് ആ ദൈവത്തെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ ത്രിത്വിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ പൈശാചിക വസ്തുതയും. അതായത് പിശാചിനും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് പിശാചിലൊരു ഊർജ്ജമുണ്ട്, എനർജിയുണ്ട്. നമ്മളതിനെ വേണമെങ്കിൽ അശുദ്ധാത്മാവായിട്ട് വേണമെങ്കിൽ ഈവിൾ സ്പിരിറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാം. ഇനി ഈ പിശാചിനും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. ഇരുട്ടിൻ രാജകുമാരൻ എന്നൊക്കെ നമ്മൾ പിശാചിനെ വിളിക്കുന്നത് പോലെ ഇരുട്ടിന് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ മേല നമ്മൾ വിചാരിക്കുന്നുവെങ്കിലും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ഇരുട്ട് എന്നതൊരു വസ്തുതയാണ്. അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങി അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും ഇരുട്ട് എന്നൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഇരുട്ടത്ത് നമുക്ക് മറ്റൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഇരുട്ടിന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ടാണ് എൻ്റെ ശരീരത്തെ മുഴുവനും കാണുന്നതെങ്കിലും, ഈ ലോകത്തെ മുഴുവൻ കാര്യം കാണുന്നതെങ്കിലും എൻ്റെ ശരീരത്തെ മുഴുവനായിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ എൻ്റെ കണ്ണുകൊണ്ട് എല്ലാത്തിനെയും ഞാൻ കാണുന്നു, പക്ഷേ എൻ്റെ കണ്ണുകൊണ്ട് എന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല. അല്പം കൂടി സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ കണ്ണിനെ എനിക്ക് കാണാൻ പറ്റിയില്ല. എൻ്റെ ഈ കണ്ണുകൊണ്ട് എനിക്ക് സർവ്വവും കാണാമെങ്കിലും എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ കണ്ണിനെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പോൾ ഒരു മുറിയിലേക്ക് നമ്മൾ ഇരുളടഞ്ഞ ഒരു മുറിയിലേക്ക് നമ്മൾ ഒരു ടോർച്ചുമായിട്ട് കടന്നു ചെന്നാൽ, കട്ട പിടിച്ച കൂരിരുട്ടുള്ള ഒരു മുറിയിലേക്ക് നമ്മൾ ടോർച്ചുമായിട്ട് കടന്നു ചെന്നാൽ നമുക്ക് ആ മുറിയിലുള്ള സർവ്വതും കാണാം. പക്ഷേ ആ ടോർച്ചിനകത്തുള്ള സെല്ല്, ആ ബാറ്ററികളെ കാണാൻ പറ്റിയല്ല. ബാറ്ററികളെ കാണാൻ വേണ്ടി ആ ടോർച്ച് അഴിച്ചാൽ ആ നിമിഷം അതിന് വെട്ടം കിട്ടുകയും പിന്നെ അത് ടോർച്ച് അല്ലാതായി മാറും. അപ്പോൾ അതുപോലെയാണ് നമുക്ക് ഇരുട്ടിനെ കാണാൻ പറ്റുന്നില്ല എന്ന്, കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അല്പം കൂടി ആ ദിശയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇരുട്ടിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇരുട്ടിനും കാണാൻ പറ്റുന്ന ഒരു ഇരുളുണ്ട്, ഇരുട്ടിനും ഒരു എനർജിയുണ്ട്. ഇനി ഇരുട്ടിന് നമുക്ക് ഇരുളായിട്ട് വെളിവാക്കി തരുന്ന ഒരു തത്വമുണ്ട്, അത് റിവീൽ ചെയ്യപ്പെടുന്ന ഒരു തത്വമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും പിശാചിന് ഈ 3 ഘടകങ്ങളുണ്ട്. ഈ ത്രിത്വ ഡൈമെൻഷൻസ് ഉണ്ട്. അതാണ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പറയുന്നത് പിശാചിലും ഫാദർ ദ ഡെവിൾ, അതായത് പിതാവായ ഒരു പിശാച്, പുത്രനായ ഒരു പിശാച്, ആത്മാവായ ഒരു പിശാച്. നമുക്കതിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ചിന്തിക്കുന്നു, പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി കൂടുതലായിട്ട് ഇരുളിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇരുള് എന്നുള്ളത് ഒരു ഫാക്റ്റാണ്, ഒരു വസ്തുതയാണ്. ഡാർക്ക് ഹോളിനെ പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. ഡാർക്ക് ഹോൾസ് ഉണ്ട്. എല്ലാത്തിനെയും വിഴുങ്ങുന്ന, എല്ലാത്തിൻ്റെ അന്ത്യം കുറിക്കുന്ന ഒരു ഡാർക്ക് ഹോൾ, അല്ലെങ്കിൽ പല ഡാർക്ക് ഹോൾസ് ഉണ്ട്. അപ്പം നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ നക്ഷത്രങ്ങളിനെ ആകാശത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്, നക്ഷത്രങ്ങൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ഗ്രഹങ്ങളും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം
ദൈവത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു എലമെൻ്റ് ഓഫ് നേച്ചർ, ദൈവത്തിൻ്റെ ആ സ്വഭാവം പ്രകൃതിയിൽ എല്ലാത്തിലും ഉണ്ട്. അതായത് ദൈവം നശിക്കുന്നില്ല. അതുപോലെ ദൈവം സൃഷ്ടിച്ചതൊന്നും നശിക്കുന്നില്ല, അതിന് ആരംഭമില്ല അന്ത്യമില്ലെന്ന് പറയും ദൈവത്തിന്. അതുപോലെ തന്നെയാണ് ദൈവം സൃഷ്ടിച്ച ഒന്നും അവസാനിക്കുന്നില്ല. അപ്പോൾ ദൈവം ഒന്ന് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞെങ്കിലും നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതുപോലെ തീർന്നു. പക്ഷേ ആ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഒരിക്കലും തീരുന്നില്ല. അതിൻ്റെ ഇക്കോയോ അതിൻ്റെ ശബ്ദം തീരുന്നില്ല. അത് അനന്തമായിട്ട് നീളുകയാണ്. ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉണ്ടാവലിന് മാറ്റമില്ല. അതുപോലെ പിശാചും നെഗറ്റീവായിട്ടുള്ള ഡാർക്കായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഡാർക്ക് ഹോൾസ് ഉണ്ട്. അവസാനം എല്ലാ ഗ്രഹങ്ങളെയും അതിനുള്ളിലേക്ക് ഉൾക്കൊള്ളാൻ കഴിവുള്ള വലിയ വലിയ ഡാർക്ക് ഹോൾസ് ഉണ്ട്. ഈ ഡാർക്ക് ഹോൾസിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഈ നക്ഷത്രങ്ങളെല്ലാം അതിൻ്റെ കാലം കഴിയുമ്പോൾ, നക്ഷത്രത്തിനൊരു കാലഘട്ടം ഉണ്ടെന്നാണ് പറയുക. ആ നക്ഷത്രങ്ങളെല്ലാം കാലഘട്ടം അതിൻ്റെ കാലം തീരുമ്പോൾ അത് ലയിക്കുന്നത് ഡാർക്ക് ഹോൾസിലാണ്. ഡാർക്ക് ഹോൾസിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. അപ്പോൾ ഡാർക്ക് ഹോൾസിൻ്റെ വ്യാപ്തിയോ ഡാർക്ക് ഹോൾസ് എന്താണെന്നോ അതിനുള്ളിലുള്ള ഡാർക്ക്നെസ്സിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. നമുക്കത് ഡാർക്കായിട്ട് തോന്നുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ നോക്കുമ്പോഴും ഡാർക്ക്നെസ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന്, അതെന്ത് അതിൽ ഉൾക്കൊള്ളുന്നു എന്നോ അതിനെ സ്പ്ലിറ്റ് ചെയ്തോ മനസ്സിലാക്കാനുള്ള ആ ഒരു ശേഷി നമ്മുടെ ബ്രെയിനില്ല, ബുദ്ധിക്കില്ല എന്ന് നമുക്ക് ചിന്തിക്കാനാവുള്ളൂ. അപ്പോൾ അതില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇരുളും വെളിച്ചവും. അവ രണ്ടും പരസ്പര പൂരകങ്ങൾ തന്നെയാണ്. രണ്ട് വസ്തുതകളാണ്, രണ്ട് കാര്യങ്ങളാണ്. അല്ലാതെ ഒന്ന് ഇല്ലാത്തതല്ല മറ്റൊന്ന്. ഇരുട്ട് ഇല്ലാത്തതല്ല വെളിച്ചം, വെളിച്ചം ഇല്ലാത്തതല്ല ഇരുട്ട്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പിശാച് ഇല്ലാത്തതല്ല ദൈവം, ദൈവം ഇല്ലാത്തതല്ല പിശാച്. നരകം ഇല്ലാത്തതല്ല സ്വർഗം, സ്വർഗം ഇല്ലാത്തതല്ല നരകം. ഇതെല്ലാം കോംപ്ലിമെൻറ്റിംഗ് ആണ്, പരസ്പര പൂരകങ്ങളാണ്. ഇതാണ് ഈ സൃഷ്ടിയുടെ മിസ്റ്ററി ഓഫ് ക്രിയേഷൻ അല്ലെങ്കിൽ രഹസ്യം. ഇതിൽ തന്നെയാണ് നമുക്ക് ദൈവത്തിൻ്റെ ആ മിസ്റ്ററിയും ദൈവത്തിൻ്റെ ആ മഹത്വവും നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനും സാധിക്കുക. ഈ സർവശക്തനായ ദൈവം, പ്രകാശമായ ദൈവം